അടുത്ത മൂന്നാമത്തെ ചോദ്യം ഇതാ. നമുക്കൊരു വീഡിയോ കാണാം. ഇച്ചാനോ എന്നതായിരുന്നു താഴെ ബഹളം? അതൊക്കെ പോട്ടെ, എങ്ങനെയുണ്ടാ എന്റെ കാലിന്? എന്റെ ഈശോയെ, എന്നാ കെട്ടായത്? എല്ലു പറഞ്ഞു ഞാനോടാ. ഏത് ഡോക്ടറായി നീ കാണിച്ചേ? വേണ്ടാത്ത പണിക്ക് പോയിട്ട് കാല് കളഞ്ഞല്ലോടാ കുഞ്ഞെ. അങ്ങനെ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല ചായ. എന്ന് നീ ആണോ തീരുമാനിക്കുന്നേ? നമുക്ക് ഉടനെ പോവാം. നാട്ടിൽ പോയിട്ട് ഏതെങ്കിലും നല്ല ഡോക്ടർമാരെ കാണിക്കാം. ഞാൻ പോയി ഒരു വണ്ടി വിളിച്ചിട്ട് വണ്ടി പിടിക്കാം. ഇച്ചാൻ യാത്ര ചെയ്ത് ക്ഷീണിച്ചല്ലോ, ആദ്യം ഒന്ന് കുളിക്കാം, എന്നിട്ട് വല്ലതും കഴിക്കാം. അപ്പോൾ വീഡിയോ കണ്ടല്ലോ. ഓക്കെ. ഈ രംഗത്തിൽ ബിജു മേനോന്റെ കാൽ ഒടിഞ്ഞത് എങ്ങനെയാണെന്നാണ് പറയുന്നത്? എ, ബൈക്കിൽ നിന്ന് വീണിട്ട്. ബി, കിണർ കുത്തുമ്പോൾ സംഭവിച്ചത്. സി, സംഘട്ടനത്തിൽ സംഭവിച്ചത്. 20 seconds. ബി, ആ, കിണർ കുത്തുമ്പോൾ. ആണോ? കിണർ കുത്തുമ്പോൾ. അപ്പൊ കിണർ കുത്തുമ്പം സംഭവിച്ചതാണെന്നാണ് പറയുന്നത്. പക്ഷേ സംഘട്ടനത്തിലാണെന്നാണല്ലോ ഇതിനകത്തൊരു ചെറിയ ഇത് വരുന്നത്. അല്ല, അങ്ങോട്ട് നോക്കിയിട്ട് കാര്യമില്ല. അല്ല, ഈ കിണർ കുത്തുമ്പോൾ തന്നെ. ഉറപ്പാണോ? തീർച്ചയാണ്? തീർച്ചയായിട്ടും. പടം കണ്ടാണോ? ഒരുപാട് തവണ കണ്ടാണ്. അപ്പൊ പിന്നെ സത്യമായിരിക്കുമല്ലോ. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ബി, കിണർ കുത്തുമ്പോൾ സംഭവിച്ചത്. 2000 രൂപ വീണ്ടും നിങ്ങളുടെ അക്കൗണ്ടിൽ വന്ന് ചേർന്നിരിക്കുകയാണ്. അതാണല്ലോ അതിൻ്റെ ഒരു അപ്പൊ സുരേഷ് പല കാര്യത്തിലും വിദഗ്ധനാണ്. കാരണം എഴുതുന്നതിൽ, അങ്ങനെയുള്ള എല്ലാത്തിലും. അപ്പോൾ ഒരു ചെറിയൊരു കിന്നരി ചോദ്യം ചോദിച്ചോട്ടെ. ഈ വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി എന്താണ്? അതായത് കിട്ടിക്കഴിഞ്ഞാൽ പ്രൊമോഷൻ കിട്ടി അങ്ങ് പോകുന്ന ജോലി ഏതാണ്? വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി അറിയില്ല. മോഷണം. പോലീസിന്റെ അടി കിട്ടുമല്ലോ ശരിക്കും. ഓ, അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? അല്ല, മോഷണമാണെങ്കിൽ വെച്ചടി കയറ്റുള്ളൂ. അതല്ല ഞാൻ ചോദിക്കുന്നത്. അല്ല, അത് കൂടെ അല്ലേ കിട്ടത്തുള്ളൂ? മോഷ്ടിക്കുമ്പോൾ അല്ലേ കിട്ടത്തുള്ളൂ? അറിയത്തില്ല. അദ്ദേഹത്തിന് അറിയോ? ബോംബെ അറിയോ? വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി അറിയില്ല. അനുവിനറിയോ? ഞാൻ പറയട്ടെ. ഏണി വെച്ച് തെങ്ങി കയറുന്നത് ഏതാണ്ടൊക്കെ അടുത്ത് വന്നു. അപ്പൊ തെങ്ങി കയറുന്നതായി. വെച്ചടി കയറി പോകുന്നു. കറക്റ്റ് ഉത്തരവാണ്. അതായത് തെങ്ങി കയറുന്ന വെച്ചടി കയറുമ്പോ ഒരടി കയറി പോകും. എങ്കിലും മേളിൽ ചെല്ലുമ്പോഴത്തേക്കും കിട്ടിയ കരിക്കോ തേങ്ങയോ കിട്ടും. എന്ത് വേണേ കിട്ടും. മാത്രമല്ല, ഈ ചെത്തി വെച്ചിരിക്കുന്നതാണെങ്കിൽ കള്ളും കിട്ടും. കള്ളു കുടിക്കൂ? പണ്ട് കുടിക്കുമായിരുന്നു, ഇപ്പൊ ഇല്ല. അത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണോ അതോ? അല്ല, കള്ളു കുടിച്ചാൽ വയറ് വരും. കള്ളു കുടിച്ചാൽ എങ്ങനെ വയറ് വരുന്നേ? അങ്ങനെ പറയുന്നില്ല. അപ്പൊ പിന്നെ വേറെ മാറ്റിയിട്ട് നമ്മുടെ വിദേശ മദ്യം കഴിക്കാമല്ലോ. ഇപ്പൊ കുടിക്കുന്നില്ല. ഇല്ല, നിർത്തി. അല്ല, നമ്മൾ ഈ കുട്ടനാടൊക്കെ പോകുമ്പോ കള്ളു കുടിക്കും. അവിടെ പോയിട്ട് കുടിച്ചില്ലേ ഉള്ളൂ. നമ്മൾ കുട്ടനാട് പോയിട്ട് കള്ളും കുടിച്ച് നല്ല ഷാപ്പിലെ മീൻകറിയൊക്കെ കഴിക്കുമ്പോ അല്ലേ നമ്മുടെ പാട്ടൊക്കെ അങ്ങനെ വരുന്നത്. അപ്പൊ ഒരു പാട്ടും കൂടെ ഒന്ന് ആയിക്കോട്ടെ. നമുക്ക് ഷാപ്പിലിരുന്ന് പാടാൻ പറ്റിയ ഒരു പാട്ട്. നോക്കടി കുമ്പേ മാനച്ചെരുവിൽ കാർമേഘമെത്തിയടി, വേനലിൻ മാറിൽ തുള്ളിക്കളിക്കാൻ ചന്തം കൊള്ളണടി, മണ്ണുകനിയുമടി ഇനി പാടം പൂക്കുമടി, പൊന്നുവിളയുമടി നമ്മൾ തങ്കം കൊയ്യുമടി, നോക്കടി കുമ്പേ സൂപ്പറായിട്ടുണ്ട്. ഇത് സുരേഷിനെ എഴുതി ട്യൂൺ ചെയ്യുന്ന? ഞാൻ എഴുതി പാടാം. നന്നായിട്ട്. കുറെ പാട്ടുകളുണ്ടോ ഇതുപോലെ? കുറെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് അത് കുറെയൊക്കെ മറന്നുപോയി. പിന്നെ കുറെയൊക്കെ ചെതല് തിന്നുകൊണ്ട് പോയി. അയ്യോ, ആ ചെതല് അവനെ അടിച്ച് ശരിയാക്കണം. നമ്മൾ ആ കാലത്ത് ഈ മൊബൈലിലൊക്കെ സൗണ്ട് റെക്കോർഡിങ് പെട്ടെന്ന് ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. അല്ല, ഇപ്പൊ കയ്യിൽ കുറെ പാട്ടുകളുണ്ടോ? ഇപ്പൊ കുറെ പാട്ട് ഉണ്ടാവും. അതിലേതെങ്കിലും ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? ഈ അടുത്ത് ഞാൻ വിധു പ്രതാപിനെ കൊണ്ടൊരു പാട്ട് പാടിപ്പിച്ചിരുന്നു, ഒരു ഓണപ്പാട്ട്. നീ അറിഞ്ഞില്ല നിന്നിഴൽ. എനിക്ക് ആ പാട്ട് പാടാൻ പറ്റില്ല. ആ പാട്ട് പാടാൻ ഞാൻ ചോദിച്ചു, ഇതുപോലത്തെ കുറെ പാട്ടുകൾ കയ്യിലുണ്ടോ റെക്കോർഡ് ചെയ്യാൻ? ഉണ്ട്. അപ്പൊ ഞാനൊന്ന് നോക്കട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് കൂടാം. ഓക്കെ, ശരി സാർ.